ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബിരിയാണി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് കടായി ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നെല്ലാം നമുക്ക് നോക്കാം. അതിനാവശ്യമായി ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തതാണ്. അതിന് നമുക്കൊരു മസാല തയ്യാറാക്കാം. ഒരു വലിയ കഷ്ണം ഇഞ്ചി, 1 കുടം വെളുത്തുള്ളി, 1 സ്പൂൺ കുരുമുളക്, അതുപോലെ 1 സ്പൂൺ ചെറിയ ജീരകം, 1 സ്പൂൺ വലിയ ജീരകം, പിന്നെ 1 സ്പൂൺ കസൂരി മേത്തി, പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 2 സ്പൂൺ തൈര്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് കുറച്ച് അണ്ടിപ്പരിപ്പാണ്. അത് വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതൊരു ചെറിയ മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ മസാലക്കൂട്ടുകളെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 കൈപ്പിടി അണ്ടിപ്പരിപ്പാണ് എടുത്തത്. അതെന്തായാലും വേണം. അതാണ് ഇതിൻ്റെ ഈ ബിരിയാണീൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത്, അണ്ടിപ്പരിപ്പാണ്. അപ്പോൾ ഇതാ നമുക്ക് അത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ മെയിനായിട്ട് വേണ്ടത് 1 സ്പൂൺ നെയ്യാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. അണ്ടി കുതിർത്ത കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇതാ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കണ്ട, കുറച്ച് മസാല നമുക്ക് അവിടെ മാറ്റി വെക്കാം. അത് നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ ചേർക്കാനാണ്. അപ്പോൾ ഇതിന് നമുക്ക് കൈവച്ചിട്ട് നന്നായിട്ട് മസാല കുഴച്ചെടുക്കാം. എല്ലായിടത്തും ആകുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ തലേന്ന് ഇതുപോലെ മസാല പുരട്ടി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിന് ശേഷം നമുക്ക് ഇനി ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് 2 സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബട്ടറും നെയ്യിലാണ് ഇത് മസാല നമുക്ക് വാട്ടിയെടുക്കേണ്ടത്. അപ്പോൾ 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെന്തായാലും ചേർക്കണം. ഈ ബട്ടറും നെയ്യിലാണ് നമുക്ക് ഈ മസാല ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മസാല തേച്ച് വെച്ച ചിക്കന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കന് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആ മിക്സിൻ്റെ ജാറിൽ തന്നെ ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 5-6 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇത് നന്നായി പേസ്റ്റ് രൂപത്തിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ ചിക്കന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതാ ചിക്കനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ പാനിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് സവാള വാട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതിനെടുത്തത് 4 വലിയ സവാളയാണ് എടുത്തത്. അപ്പോൾ ഇതാ ചിക്കൻ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള ചേർത്ത് കൊടുക്കാം. നന്നായി നേർങ്ങനായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടില്ലേ ആ മസാലക്കൂട്ട്, അത് കുറച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ ഒന്നും കൂടി അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ മസാലയും സവാളയിലായിട്ട് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ച തക്കാളിൻ്റെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി ഇതൊന്ന് അടച്ച് വെക്കാം. നമ്മളെ തക്കാളിൻ്റെ ഒരു പച്ചച്ചുവല മാറണം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഇതാ ഇനി അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് ഒന്നും കൂടി എല്ലാം കൂടി നന്നായിട്ട് ആ ചിക്കനും മസാലയെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ച് വെക്കാം. അതിന് ശേഷം നമുക്ക് ഇതിൽ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. മല്ലിയിലയും കൂടി ചേർത്തിട്ട് നല്ല കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഫ്ലെയിം ഓഫ് ആക്കി വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ചോറുണ്ടാക്കിയെടുക്കാം. അതിന് ഇതാ ഒരു പാത്രം വെച്ച് കൊടുക്കുക. അതിലേക്ക് നമുക്ക് 2 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ചൂടായി കഴിഞ്ഞാൽ 2 സവാള കട്ട് ചെയ്തതാണ്. അത് നമുക്ക് ഒന്ന് പൊരിച്ചെടുക്കാം. നമ്മളെ ചോറിൻ്റെ മേലെ ഇട്ട് കൊടുക്കാനാണ്. അപ്പോൾ ഇത് ആകെ മാറ്റി വെക്കാം. ഇതിലേക്ക് 2-3 കഷ്ണം പട്ട, കറാമ്പൂ, ഏലക്കായ് ചേർത്ത് കൊടുക്കാം. 1 കഷ്ണം സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി അരി വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ അരി വറുത്തിട്ടാണ് ചോറുണ്ടാക്കുന്നത്. അപ്പോൾ അരിയിലേക്കും നമുക്ക് കുറച്ച് ഉള്ളിൻ്റെ മസാല ഇല്ലി ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ്റെ അതിൽ നിന്ന് എടുത്തതാണ് കുറച്ച് മസാല. അത് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, ചോറിന് നല്ല ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ അരി നന്നായിട്ട് വറന്ന് വന്നാൽ നമുക്ക് അതിലേക്ക് നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ചോറ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം മസാല ഇട്ട് കൊടുക്കാം. അതിൻ്റെ മേലേക്ക് നമുക്ക് ചോറിട്ട് കൊടുക്കാം. അപ്പോൾ മസാല ഇങ്ങനെ ദം ചെയ്യുന്നതല്ല എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് കണ്ടു നോക്കാം. ഇപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണിയാണിത്. മെയിനായിട്ട് അണ്ടിപ്പരിപ്പും പിന്നെ ബട്ടറിലും നെയ്യിലെല്ലാം ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് പിന്നെ നമ്മൾ ചെറിയ പെരുന്നാളിന് ഉണ്ടാക്കിയിട്ടുണ്ടായിന്. അന്നേരം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെ അന്നേരം ഞാൻ വിചാരിച്ചു ഒരിക്കൽ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. പിന്നെ കുറച്ച് ചിലവ് കൂടുതലാണ്. നല്ലോണം ബട്ടറും പിന്നെ അണ്ടിപ്പരിപ്പെല്ലാം വേണം. എന്നാലും നല്ല അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നേക്കും. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.